സൃഷ്ടിയുടെ ഈ മഹാപ്രവാഹം 57-ാം ശ്ലോകത്തിലേക്ക് കടക്കുന്നു. ഭഗവാന്റെ ഓരോ അംഗത്തിൽ നിന്നും പ്രപഞ്ചത്തിൻ്റെ കാലവും ദിശകളും നിയന്ത്രിക്കുന്ന ശക്തികൾ എപ്രകാരം ആവിർഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 57-ാം ശ്ലോകം കാലത്തിൻ്റെയും ദിശകളുടെയും ഉദ്ഭവം. ഭഗവാന്റെ ബുദ്ധിയിൽ നിന്നും നഖങ്ങളിൽ നിന്നും പ്രകടമായ ശക്തികളെക്കുറിച്ചാണ് ഈ ശ്ലോകം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ബുദ്ധിശ്ചാവിർബഭൂവാശു കാലഃ സർവവിനാശകഃ നഖേഭ്യശ്ച സമുദ്ബുധാ ദിശഃ സർവാ മുനീശ്വരാ. പദാനുപദ അർത്ഥം: ബുദ്ധേഹി ബുദ്ധിയിൽ നിന്ന്, ആവിർബഭുവ പ്രകടമായി, ആശു പെട്ടെന്ന്, കാലഹ കാലം ടൈം, സർവവിനാശകഃ എല്ലാറ്റിനെയും നശിപ്പിക്കുന്നവൻ, നഖേഭ്യഃ നഖങ്ങളിൽ നിന്ന്, സമുദ്ഭൂതാഃ ഉദ്ഭവിച്ചു, ദിശഃ ദിക്കുകൾ ഡയറക്ഷൻസ്, സർവ എല്ലാ 8 ദിക്കുകളും, മുനീശ്വരഃ ഹേ മുനീശ്വര. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഭഗവാന്റെ ബുദ്ധിയിൽ നിന്ന് സകലതിനെയും വിഴുങ്ങുന്ന കാലം ഉദ്ഭവിച്ചു. അവിടുത്തെ നഖങ്ങളിൽ നിന്ന് സകല ദിക്കുകളും ആവിർഭവിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പ്രപഞ്ചത്തിൻ്റെ അളവുകോലുകളായ കാലത്തെയും ദേശത്തെയും ടൈം ആൻഡ് സ്പേസ് ഭഗവാനുമായി ബന്ധിപ്പിക്കുന്നു. ബുദ്ധിയും കാലവും. എന്തുകൊണ്ടാണ് കാലം ബുദ്ധിയിൽ നിന്നുണ്ടായത്? കാലം എന്നത് ഒരു കണക്കുകൂട്ടലാണ്. ആ കണക്കുകൂട്ടൽ ബുദ്ധിയിലാണ് നടക്കുന്നത്. ഭഗവാന്റെ പരമമായ ബുദ്ധിയിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ ആയുസ് നിശ്ചയിക്കപ്പെടുന്നത്. കാലോസ്മി ലോകക്ഷയകൃത്, ഞാൻ ലോകങ്ങളെ നശിപ്പിക്കുന്ന കാലമാകുന്നു എന്ന് ഭഗവാൻ ഗീതയിലും അരുളി ചെയ്യുന്നു. കാലോസ്മി ലോകക്ഷയകൃത്. നഖങ്ങളും ദിക്കുകളും. നഖങ്ങൾ ശരീരത്തിൻ്റെ അതിരുകളാണ്. അതുപോലെ ദിക്കുകൾ പ്രപഞ്ചത്തിൻ്റെ അതിരുകളെ നിശ്ചയിക്കുന്നു. ഭഗവാന്റെ നഖാഗ്രങ്ങൾ പോലും അനന്തമായ ദിക്കുകളായി വികസിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ വിരാട രൂപത്തിൻ്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നിയതി. സകലതും കാലത്തിന് അധീനമാണ്. എന്നാൽ ആ കാലമാകട്ടെ ഭഗവാൻ അധീനമാണ്. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, കാലം എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ഒന്നാണെങ്കിലും അത് ഭഗവാന്റെ ബുദ്ധിയിൽ നിന്ന് വന്നതാണെന്ന് ഓർക്കുക. അതിനാൽ സമയത്തെ വെറുതെ കളയാതെ സൽക്കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുക. നീ എവിടെയായിരുന്നാലും ഏതൊരു ദിക്കിലേക്ക് നോക്കിയാലും അത് ഭഗവാന്റെ ചൈതന്യമാണെന്ന് ബോധ്യമുണ്ടായാൽ നിനക്ക് ഒരിടത്തും ഭയം തോന്നുകയില്ല. സൃഷ്ടിയുടെ ക്രമം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇനി 58-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ കൈകളിൽ നിന്നും പാദങ്ങളിൽ നിന്നും എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.